ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന പേരിലാണ് തൃശ്ശൂരിനെ കൂടുതൽ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ തലസ്ഥാനമെന്ന മറ്റൊരു വിശേഷണം കൂടി പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിനെ മലയാളി സമൂഹം മനസ്സറിഞ്ഞ് സമ്മാനിച്ചിട്ടുണ്ട്. സർവകലാശാലകളുടെയും അക്കാദമികളുടെയും സാന്നിധ്യമാണ് പ്രധാനമായും തൃശ്ശൂരിൻ്റെ ഈ വിശേഷണത്തിനു പിന്നിൽ. എന്നാൽ സ്ഥാപനങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ മേഖലയിൽ സമാനരില്ലാത്ത ചില വ്യക്തിത്വങ്ങളുടെ സൗമ്യ സാന്നിധ്യവും ഈ വിശേഷണത്തിന് കരുത്തു പകർന്നിട്ടുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ തേടി തൃശ്ശൂരിലെത്തിയവർക്കെല്ലാം അന്വേഷിക്കാനുണ്ടായിരുന്നത് അത്തരത്തിൽ ഒരു വ്യക്തിയെ ആയിരുന്നു, പ്രൊഫസർ PC തോമസ്. എൻട്രൻസ് കോച്ചിംഗ് എന്നാൽ പ്രൊഫസർ PC തോമസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് ഈ മേഖലയിലെ അദ്വിതീയമായ നാമമാണ്. കേവലം എൻട്രൻസ് പരീക്ഷയിലെ വിജയം മാത്രമല്ല, സമഗ്രമായ വ്യക്തിത്വ രൂപീകരണത്തിന് സഹായിക്കുന്ന പരിശീലന രീതികളും സാഹചര്യങ്ങളുമാണ് മക്കളെ ഇങ്ങോട്ടയക്കാൻ മാതാപിതാക്കളെ പ്രേരിപ്പിക്കുന്നത്. ഞാനൊരു പ്ലസ് 2 ടീച്ചറാണ്. ഞാനിവിടെ ഒരു കാര്യം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യം ഇവിടെ ചേർന്നപ്പോൾ എല്ലാവർക്കും PC സാറിനടുത്ത് പറഞ്ഞാൽ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മകളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഇത്രയൊന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ ഇല്ല. അവിടുത്തെ സാറിൻ്റെ പരിഗണന, അവിടുത്തെ ഹോസ്റ്റലിലെ വാർഡന്മാർ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. സാർ ഓരോ ദിവസവും രാത്രി സാർ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഊർജം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മകള് എല്ലാ ദിവസവും രാത്രി ഫോൺ ചെയ്യുമ്പോൾ പറയുന്ന ഇതാണ്, PC സാർ എന്ന് പറയുന്നത് ഒരു സയൻ്റാണ്. സാറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ദൈവത്തിനെ കാണുന്ന പോലെയാണ് സാറിൻ്റെ ബ്ലെസ്സിങ്സ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ കൊണ്ട് പറഞ്ഞത്. എൻ്റെ കുട്ടിക്ക് എത്രമാത്രം ഇൻസ്പിറേഷൻ ഉണ്ടായി. എൻ്റെ മകൻ ഇവിടെ അല്ല പഠിച്ചത്. എൻ്റെ മകൻ IIT MTech കഴിഞ്ഞ് അത് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിച്ചത്. പക്ഷേ അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ഇവിടുത്തെ ഒരു ഇൻസ്പിറേഷൻ, സാറിൻ്റെ പെരുമാറ്റം, ഇവിടുത്തെ ഹോസ്റ്റലിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ, വാർഡന്മാർ നൽകുന്ന പരിഗണന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. വീട് പോലെ തന്നെ അത്രയും നല്ലൊരു പരിഗണന ഇവിടെ നടക്കും. ഞങ്ങൾ ഇൻസ്പിറേഷൻ നടക്കുന്നതിനാണ് കൂടുതൽ ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും അവിടുത്തെ വാർഡന്മാരും അവർക്ക് നൽകി ചിട്ടയായ ഒരു രീതിയിൽ അവർക്ക് വളരാൻ പറ്റി. 5 മണിക്ക് എഴുന്നേൽക്കുക, ഇവിടുത്തെ പ്രയർ കേൾക്കുക, ഇവിടുത്തെ നല്ല കർഷണം എല്ലാം ഇതിനൊരു ഊർജ്ജം നൽകുന്നതാണ്. അപ്പോൾ ഇനിയുള്ള കുട്ടികൾ ഓരോരുത്തർക്കും ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ഏതാണോ വിജയം ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന ഒരു സാറിനെ മാത്രമേ എനിക്ക് ഓർമ്മ ഞാൻ കേട്ടിട്ടുള്ളൂ. അത് PC സാറാണ്. PC സാർ മാത്രമാണ് കേരളത്തിൽ എൻട്രൻസ് കോച്ചിങ് നടത്തുന്നത് എന്നാണ് ഞങ്ങൾ അന്നെല്ലാം മനസ്സിലാക്കിയത്. എന്നും എനിക്ക് ആ ധാരണയ്ക്ക് ഒരു തെറ്റുമില്ല. എൻട്രൻസ് പരീക്ഷാ ഫലം വരുമ്പോൾ മികച്ച വിജയങ്ങൾ എന്നും പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് എന്നിവിടങ്ങളിൽ പഠിച്ചവർക്കായിരിക്കും. പഠനത്തിനും പരിശീലനത്തിനും അപ്പുറത്ത് പ്രാർത്ഥനയുടെ പിൻബലം കൂടിയാകുമ്പോഴാണ് വലിയ വിജയങ്ങൾ നേടാനാകുന്നത്. ഈ ബോധ്യമുള്ളതുകൊണ്ടു തന്നെയാണ് പ്രൊഫസർ PC തോമസ് സാറും സഹപ്രവർത്തകരും വിജയികളെ അനുമോദിക്കുന്ന ദിവസം കൃതജ്ഞതാ ദിനം കൂടിയായി ആഘോഷിക്കുന്നത്. 2017-18 വർഷത്തെ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസിൻ്റെ താങ്ക്സ് ഗിവിംഗ് ആൻഡ് മെറിറ്റ് ഡേ ആഘോഷം 2018 നവംബർ 11 തലോർ ജെറുസലേം റിട്രീറ്റ് സെന്ററിൽ വെച്ച് നടന്നു. ജെറുസലേം റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ഡേവിസ് പട്ടത്ത് ദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചൈതന്യ ക്ലാസസിന്റെ ഫൗണ്ടർ ആയ പ്രൊഫസർ ഡോക്ടർ KT ജോൺസൺ സ്വാഗതം ആശംസിച്ചു. മുൻ വർഷത്തേക്കാളും മികച്ച വിജയം 2017-18 അധ്യയന വർഷത്തിൽ ലഭിച്ചു. ചിട്ടയായ പരിശീലനവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുടെ പരിശ്രമവും കുട്ടികളുടെ കഠിനാധ്വാനവും അതിലെല്ലാം ഉപരി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും ഇവയെല്ലാം നിങ്ങളുടെ വിജയത്തിൻ്റെ ഓരോ പടികളാണ് എന്ന് മനസ്സിലാക്കുക.
പ്രൊഫസർ PC തോമസ് അധ്യക്ഷത വഹിച്ചു. 2 കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാണ്. 1 വാക്ക് പാലിക്കുക, 2 സമയം പാലിക്കുക. വാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള പ്രതിജ്ഞകളാണ് വാക്കുകൾ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഫാദർ ഡേവിസ് പട്ടത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. തളരരുത്, തളരാതെ മുന്നോട്ട് പോകണം. ദൈവത്തിന്റെ അനന്തമായിരിക്കുന്ന ശക്തി നമ്മിൽ വന്ന് നിറയും. ഓ ദൈവമായ കർത്താവേ, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സർവരിലേക്കും ദൈവീക ശക്തി, ദൈവികമായ സാന്നിധ്യം എല്ലാ മക്കളിലും അവരുടെ ഓരോ വിദ്യാലയ കലാലയങ്ങളിലേക്കും ഓരോ ഹൃദയങ്ങളിലേക്കും കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നവർ എല്ലാവരും വലതുകരം ഉയർത്തിക്കൊണ്ട് നിന്റെ ദൈവം ഞാനല്ലയോ, ഇടരല്ലേ കരയല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ, എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. തുടർന്ന് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് വൈസ് പ്രിൻസിപ്പാൾ റവറൻഡ് ഡോക്ടർ ജോളി ആൻഡ്രൂസ് മോട്ടിവേഷൻ സ്പീച്ച് നടത്തി. അപ്പിയർ ചെയ്ത എല്ലാ യൂണിവേഴ്സിറ്റി പരീക്ഷകളിലും 1ാം റാങ്ക് നേടിയിട്ടുള്ള റവറൻഡ് ഡോക്ടർ ജോളി ആൻഡ്രൂസിന്റെ സാന്നിധ്യവും വാക്കുകളും വലിയ വിജയങ്ങൾ സ്വപ്നം കാണുന്ന കൗമാര സദസ്സിനെ വളരെയേറെ പ്രചോദിപ്പിച്ചു. എന്റെ പ്രിയമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങളാക്കിയത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവരുടെ അധ്വാനമാണ്, അവരുടെ പരിശ്രമമാണ്, അവരുടെ കയ്യിലെ തയമ്പാണ്. അത് മറന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ പറക്കാൻ പോയാലും അത് പൊട്ടിയ പട്ടം പോലെ തിരിച്ചു വീഴും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പ്രിയമുള്ള മാതാപിതാക്കൾ ചിലപ്പോൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അതെന്തിനു എന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ കലാലയത്തിലെ പഠിപ്പിക്കുന്നവരാണ്. എന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ചോദ്യസരങ്ങള്, എന്തിനാ അപ്പൻ, എന്തിനാ അമ്മ, എന്തിനാ ഉമ്മ എന്നൊക്കെ ചോദിച്ചു കൊണ്ടുവരാറുണ്ട്. എന്തിനാ അച്ഛൻ എന്നൊക്കെ ചോദിച്ചു കൊണ്ടുവരാറുണ്ട്. മറക്കരുത് പ്രിയമുള്ളവരെ, നിങ്ങൾ കടൽ തീരത്ത് പോകുമ്പോൾ പട്ടം കാണാറില്ലേ? ആ പട്ടം നിങ്ങൾ പറപ്പിച്ചു നോക്കിയിട്ടുണ്ടോ? അതിനൊരു വശം വേണ്ട പറപ്പിക്കാൻ, അല്ലെങ്കിൽ ഇന്നലെ തന്നെ കിടക്കുള്ളൂ. ചിലർ പട്ടം പറപ്പിച്ചിട്ട് പൊങ്ങില്ല. അത് പറപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഫിസിക്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ, അതിനൊരു വശം വേണം. പറപ്പിച്ച് നോക്കിയിട്ടില്ല, ഇല്ലെങ്കിൽ ഒന്ന് പറപ്പിച്ച് നോക്കുന്നത് നല്ലതാണ്. ആ പട്ടങ്ങ് പറപ്പിക്കുമ്പോൾ അതിനൊരു ടെൻഷൻ ഉണ്ട്. ഞാനതിന്റെ ഫിസിക്സ് ഇപ്പോൾ പറയുന്നില്ല, അത് നിങ്ങൾ ചെയ്താൽ മതി, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. അതൊക്കെ പറപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ ടെൻഷൻ ഇവിടിക്കുന്ന ആളുടെ കയ്യിലുണ്ട്. ആ ടെൻഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇനി പട്ടം ആകാശങ്ങളിലേക്ക് വീഴുന്നത്, ആ ഒരു കെട്ട്, ആ ഒരു ചരട്, അതാണ് ഈ പട്ടത്തിനെ ഉന്നതങ്ങളിലേക്ക്, അനന്ത വിഹായസ്സുകളിലേക്ക് എത്തിക്കുന്നത്. എപ്പോൾ ആ കെട്ട് പൊട്ടിയോ നിങ്ങൾക്കറിയാം, ഏറെ കഴിയാതെ ആ പട്ടം വിളലത്ത് വീണുടയും. അതുകൊണ്ട് ആകാശങ്ങളിലേക്ക് പറക്കാനായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഈ സ്നേഹത്തിന്റെ മാതാപിതാക്കളുടെ ചരട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നന്ദിയുടെ ചരട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. ആ പട്ടം പൊട്ടിയാൽ, ആ ചരട് പൊട്ടിയാൽ പോയി പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് മറക്കാതിരിക്കുക. നിങ്ങളൊക്കെ വായിച്ചു കാണും. നമുക്കൊക്കെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ, MIT മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എയറോനോട്ടിക്സ് എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടി അദ്ദേഹത്തിന്. പക്ഷെ 1000 രൂപ അടയ്ക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ വന്ന സമയത്ത് പ്രിയ സഹോദരി സൊഹറ അവളുടെ കയ്യിലെ സ്വർണ്ണവള ഊരി വയ്ക്കുകയാണ്. കലാംജി ചോദിക്കുകയാണ്, ഞാൻ അതിനെങ്ങനെ നന്ദി പറയുമെന്ന്. എന്റെ സഹോദരിയുടെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ, അത് വളയുടെ വിലയല്ല പ്രിയമുള്ളവരെ, ഞാൻ എങ്ങനെ നന്ദി പറയുമെന്ന്. ജീവിതത്തിൽ നമ്മളാക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കരുതലുള്ള അധ്വാനം നിറഞ്ഞ സ്നേഹമാണെന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. തുടർന്ന് വിജയികൾക്ക് മൊമെന്റോകൾ വിതരണം ചെയ്തു. MBBS, എഞ്ചിനീയറിംഗ്, BDS, വെറ്ററിനറി കൂടാതെ മറ്റ് കോഴ്സുകളിലും പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു.
വിജയികൾ തങ്ങളുടെ അനുഭവങ്ങൾ നിലവിലെ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ പങ്കുവച്ചു. അന്യസംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന പലർക്കും എത്താൻ കഴിയാതിരുന്നതിനാൽ അവരുടെ മാതാപിതാക്കൾ സദസ്സിനോട് സംവദിച്ചു. ഇത്തവണയും തമിഴ്നാട്ടിൽ നിന്നുമെത്തിയ നിരവധി പേരാണ് അഡ്മിഷൻ നേടിയത്. വലിയ ആവേശത്തോടെയാണ് ഇവരുടെ വാക്കുകൾ സദസ്സ് ഏറ്റുവാങ്ങിയത്. என்னோட எய்ம் டாக்டராக இருந்தால் உங்கள் எல்லாத்துக்கும் கண்டிப்பாக அதை தான் இருக்கும். இங்கே இருக்கவங்களாம் ரொம்ப நல்லா என்கரேஜ் பண்ணாங்க. ஃபர்ஸ்ட் பிசி தாமஸ் சாருக்கு ரொம்ப தேங்க்ஸ் சொல்லணும். அப்புறம் கேடி ஜான்சன் சாருக்கும் தேங்க்ஸ் சொல்லணும். ரொம்ப நல்லா இன்ஸ்பயர் பண்ணுவாங்க. நல்ல ஸ்பிரிச்சுவல் டாக்ஸ்லாம் சூப்பராக கொடுப்பாங்க. அவங்க பேசுறதுலேயே நமக்கு ஒரு நல்ல இன்ஸ்பிரேஷன் வந்து நம்மளோட ட்ரீம் நிஜமாவே நமக்கு கிடைக்கிற மாதிரியே தோணும். அப்படி தான் நான் படித்தேன். நான் இப்போ மதுரை மெடிக்கல் காலேஜில் படிக்கிறேன். എക്സാമിന് എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ടെൻഷൻ എടുത്ത് എക്സാം എഴുതും. കാരണം ടെൻഷൻ കാരണം കുറേ കഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അതിപ്പോൾ കുറേ പരിപാടികളായാലും എക്സാമിലായാലും നമുക്ക് ടെൻഷൻ കാരണം ഒന്നും കിട്ടാല്ല. നമുക്ക് ഉള്ള മാർക്ക് നമ്മുടെ കയ്യിൽ പോകുന്നല്ലാതെ ടെൻഷൻ കാരണം നമുക്ക് ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് എന്തറിയുന്നോ അത് വെച്ച് മാക്സിമം പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. നല്ല സ്കോർ ചെയ്യാൻ നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ടീച്ചേഴ്സ് ഇവിടെ എക്സാമുകളും എല്ലാം ഇപ്പോൾ നമുക്കൊരു എക്സാം നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്നുകൂടി ചെയ്ത് നോക്കി ആ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടും. நீட் தான் கட் ஆஃப் மார்க்ஸ் இல்லை அப்படின்னு சொல்கிறப்ப எனக்கு என்ன பண்ணுறதுனே தெரியல. அந்த டைமில் நான் சைதன்யா வந்து சேர்ந்தேன். சிஆர்பிடியும் கையில் இருந்தேன் என் பேட்ச். அண்ட் அப்போ இருந்து இப்போ நான் சிஎம்சி கோயம்புத்தூர் மெடிக்கல் காலேஜில் சேர்ந்தேன். எல்லாருக்கும் வணக்கம். என் பேர் விக்னேஸ்வர். நான் சிவகாசிலேருந்து வரேன். எனக்கு போன வட்டம் இந்த மாதிரி ஒரு மீட்டிங் நடந்துச்சு. என்னன்னா ட்ரெயின் வந்து ஒரு 6 hours லேட் ஆயிடுச்சு. ஸோ மீட்டிங் முடிஞ்ச போட தான் என்னால் கேரளாக்கே வர முடிஞ்சிச்சு. ஆனால் போன வட்டம் ரொம்ப மனசு கஷ்டமாக இருந்துச்சு. ஐயோ இந்த மாதிரி ஒரு மீட்டிங் வரணும்லே அப்படின்னு சொல்லிட்டு. ஆனால் இந்த வட்டம் ரொம்ப பெருமையாக இருக்குது. இந்த மாதிரி ஒரு மீட்டிங்கில் வந்து ஸ்டேஜில் பேசி உங்கள் எல்லாம் பண்ணி பேசிட்டு ரொம்ப பெருமையாக இருக்குது. நான் நிறைய பேருக்கு தேங்க்ஸ் சொல்லணும்னு ஆசைப்படுறேன். ஃபஸ்ட்டு பிசி சார் அண்டு கேடி ஜான்சன் சார். செகண்ட் வந்து என்னோட டீச்சர்ஸு. என்னோட ரொம்ப பிடிச்ச டீச்சர் வந்து இன்னைக்கு வரல 2 பேர். கெமிஸ்ட்ரி ஜோசப் சார் வந்து இன்னைக்கு வரல. ரொம்ப பெரிய மோட்டிவேட்டர் அவர் தான். செகண்ட் வந்து பால்படிக்கிறோம் சார் வந்தாங்க. ரொம்ப தேங்க்ஸ். Today I have got seat in ESI Medical College, Coimbatore. And my dream of getting MBBS seat became true only because of this institution. I am very thankful to all the teachers and my parents also supported me to come into this institution. Thank you so much. நான் தமிழ்நாட்டிலிருந்து வரேன். என் பேர் சூர்யா. I am in Government Medical College. I am very much privileged to speak here. Last year நான் உங்க மேல தான் உட்கார்ந்துட்டு next year நம்ம வந்து இந்த மெடிக்கல் காலேஜ்ல ஏதாவது மெடிக்கல் காலேஜ் கவர்மெண்ட் காலேஜ்ல என்ஜாய் ஆயிட்டு இங்கே வந்து எங்கள் அப்பா அம்மா முன்னாடி வந்து நான் ப்ரௌடாக ஃபீல் பண்ணணும், ஷீல்லாம் வாங்கணும்னு சொல்லி உங்க மாதிரி தான் நானும் ஆசைப்பட்டேன். ஸோ என்னோட ட்ரீம் வந்து இங்கே ஃபுல்ஃபில் ஆயிருக்கு அப்படின்னா அது முழுக்க வந்துட்டு சைதன்யா இன்ஸ்டியூட் தான் காரணம். நான் விஜயிലാണ് പഠിച്ചത്. ആനന്ദാണ്. ഞാൻ ഇപ്പോൾ എന്നേക്ക് വിളിച്ചിട്ട് പഠിക്കുന്നു. എനിക്ക് എല്ലാ സാറന്മാരോടും എന്നെ പഠിപ്പിച്ച
എല്ലാ സാറിനോടും നന്ദി പറയാനുണ്ട്. അവരില്ലെങ്കിൽ ഞാൻ ഈ ഒരു പൊസിഷനിൽ ഈ ജന്മത്തിലെത്തില്ല. ഞാൻ ശരിക്കും ഇന്ത്യയിൽ ഞാൻ കുറച്ച് ഉഴപ്പിട്ടുണ്ട്. അത് ചെറുതായി റിഗ്രറ്റ് ചെയ്യുന്നു, കുറച്ചുകൂടെ റാങ്ക് കിട്ടിയില്ലാന്ന്. പക്ഷെ അവസാനം ഞാൻ ഇപ്പോൾ എടുത്ത ചോയ്സ് ഞാൻ ദൈവം എനിക്ക് കാണിച്ചു തന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ജംഷിദ് സാർ, സലീം സാർ, അബ്രാം സാർ ഇവരെ എടുത്തു പറയേണ്ടി വരുന്നു. കാരണം അവർ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് രാത്രി 10 മണിക്ക് വരെ അവർ വന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. என்னோட பேர் சாமுவேல். நான் சைதன்யாவில் தான் படித்தேன். இப்போ வந்து கோயம்புத்தூர் மெடிக்கல் காலேஜில் எஜுகேஷன் படித்தேன். ஃபர்ஸ்ட் ஆஃப் ஆல் ஐ வாண்ட் டு தேங்க் ப்ரொஃபஸர் பிசி தாமஸ் சார். அண்ட் என்னோட வெற்றிக்கு ஒரு முழு காரணம் அப்படின்னு சொன்னால் என்னோட கெமிஸ்ட்ரி சார் ஜோசப் சார் தான். அவர் சொன்ன ஒரே ஒரு வார்த்தை, இட் இஸ் அ ஜாக்பாட் ப்ரைஸ். அதை தான் நான் உங்களுக்கு சொல்கிறேன். தயவுசெஞ்சு இது யாரும் ரிஸ்க் எடுத்து படிக்காதீங்க. ஒரு கேமை வின் பண்ணணும்னு நினச்சி படிங்க. ஷோர்லி வில் கெட். அண்ட் ஆல்சோ ஐ வாண்ட் டு தேங்க் Science sir and physics ma'am. Thank you. I am Sasiddhar from Tamil Nadu, Pondicherry. At present, I am studying in Chaitanya classes. This meeting made me so much inspired that I should also come next year and get the same award and to speak in the same stage. Our great inspiration is our K.T. Johnson sir. Every test which he conducts makes us more and more thorough in the lesson. And thanks to all our teachers who is our building block. And finally, the last but not the least, our PC Thomas sir. I thank everyone present here, and I think you should also have inspired by this meeting. Thank you so much. நான் வந்து சைதன்யாவில் படிக்கல. என்னோட தங்கச்சிக்கு பதிலாக பேச வந்திருக்கேன். என்னோட தங்கச்சியோட நேம் வந்து பிரேமுகி. நாங்கள் மதுரை பொண்ணுங்க. ஸோ எங்களோட கம்யூனிட்டியில் பார்த்தீங்கன்னா கேர்ள்ஸ் யாரும் அவ்வளோவா படிக்க வைக்கவே மாட்டாங்க. எங்கள் அப்பாவுமே வந்து 10th தான் படித்தார். பட் ஆனால் அவரோட பெரிய எய்ம் வந்து எங்கள் 3 பேரையும் வந்து நல்லா படிக்க வைக்கணும் அப்படின்னு சொல்லிட்டு. ஸோ எங்கள் அப்பாவுக்கு தேங்க்ஸ் சொல்கிறதுக்கு எனக்கு ஒரு ஸ்டேஜ் இது வரைக்கும் கிடைச்சதே கிடையாது. ஸோ நான் ஒரு இன்ஜினியர் ஆகி எங்கள் அப்பாவுக்கு பெருமை படிக்கிறேன். அதே மாதிரி என் தங்கச்சி இன்னைக்கு தேடி மெடிக்கல் காலேஜில் சீட் வாங்கி எங்கள் எல்லாருக்கும் ரொம்ப ப்ரௌடாக ஃபீல் பண்ணியிருக்கேன். எங்கள் ஃபேமிலியில் மட்டும் இல்லை, எங்கள் கம்யூனிட்டிலே நாங்கள் தான் வந்து ஃபஸ்ட்டு டாக்டர்னு சொல்லிட்டு நான் ரொம்ப பெருமைப்படுறேன். ഞാൻ തൃശ്ശൂർ ഇവിടെ തൊട്ടടുത്ത് തലൂർ താമസിക്കുന്ന നന്ദകുമാറാണ്. എൻ്റെ രണ്ടാമത്തെ മകനാണ് തോമസ് സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് കോഴ്സിൽ ചേർന്നിരിക്കുന്നത്. എൻ്റെ മൂത്ത മകൻ്റെ 2013 ബാച്ചിലെ MBBS ഓൾ ഇന്ത്യ കൽക്കട്ട ഗവൺമെൻറ് കോളേജിലാണ്. അതിപ്പോൾ കോഴ്സ് കംപ്ലീറ്റ്. രണ്ടാമത്തെ മകനാണ് ഇപ്പോൾ വെറ്റിനറിക്ക് കിട്ടി, മണ്ണുത്തി ഗവൺമെൻറ് வெட்டினரி கோலேஜ். நான் தமிழ்நாட்டிலேருந்து வர்றேன். என்னுடைய தமிழ்நாட்டில் ஃபஸ்ட்டு கிராஜுவேட்டே நான் தான். எனக்கு அடுத்து என்னுடைய மகன் வந்து இப்போ மருத்துவக் கல்லூரியில் சேர்ந்துருக்காப்புல. அது எங்களுடைய பரம்பரையிலேயே முதல் மருத்துவக் கல்லூரி சொல்லிக்கிறீங்க நான் பதிவு பண்ணேன். முதல் வந்து சேர்றதுக்காக ஒரு பேங்க் மேனேஜர்கிட்ட போய் இப்படி கேட்டபோது, இப்படி கோயம்புத்தூரில் சேரலான்னு இருக்காங்க எங்கள் பொண்ணு அப்படின்னு கூட இல்லை, கேரளாவே கொண்டு போய் சேர்த்துங்க, ஒன்றும் பிரச்சனை இல்லை, நீங்கள் அங்கே சேர்த்துங்க, அப்போ தான் நல்லா இருந்தாங்க. அப்போவே முடிவு பண்ணி ஞாயிற்றுக்கிழமையே வந்தோம். வந்த ஞாயிற்றுக்கிழமை அந்த அன்றைக்கே கொண்டு வந்து பணம் கட்டுறது முடியாமல் இங்கேயே பேங்க்கில் எடுத்து அங்கேருந்து ஒருத்தர் முன்னாடி இருந்த ஒரு வாட்ச்மேன் சார் வந்து எல்லாம் ஏற்பாடு பண்ணி கொடுத்தாரு. அன்னைக்கு கட்டிட்டு போனால் தான் அந்த அன்றைக்கே என் பொண்ணு சொன்னால், நான் வந்து அப்பா நீங்கள் வேறு எதுக்கு போடாதீங்க, எய்ம்ஸோ அல்லது வேறு எதுவும் வேண்டாம், நீட் எழுதி நான் கோயம்புத்தூர் வந்து இஎஸ்ஐயில் தான் நான் ஜாயின் பண்ணுவேன், வேறு எதுவும் ஜாயின் பண்ண மாட்டேன் அப்படின்னு சொன்னால், അതേ மாதிரி കോയമ്പത്തൂർ BSc കോളേജിൽ ജോയിൻ ചെയ്തിരിക്കുക. എയ്ഡഡ് UP സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ഭാര്യ അവിടെ തന്നെ ടീച്ചറാണ്. കഴിഞ്ഞ വർഷം റിപ്പീറ്റ് കഴിച്ച് പഠിച്ച രൂപനാദാസിൻ്റെ അച്ഛനാണ്. എൻ്റെ മകൾക്ക് ഇപ്രാവശ്യം JNMC ബംഗാളിലാണ് MBBS സീറ്റ് കിട്ടിയിട്ടുള്ളത്. അത് പഠിച്ചത് തന്നെ ഏഴ് സ്കൂളിലാണ്. ഞാൻ വരെ ചെറുപ്പത്തിൽ എൻ്റെ സ്കൂളായിട്ട് പഠിച്ചു. പിന്നെ അതിനുശേഷം 10ാം ക്ലാസ്സിൽ ഇവിടെ ബ്രിഡ്ജ് കോഴ്സിന് ഇവിടെ വരികയും മാളിയിൽ വരികയും ബ്രിഡ്ജ് കോഴ്സ് കഴിഞ്ഞ്
ഫസ്റ്റ് ഇയറും +1 +2 സാറിൻ്റെ സ്കൂളായ സെൻറ്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ എളന്തുരുത്തി താമസിക്കുകയും ഈ 2 വർഷം +1 +2 എളന്തുരുത്തി താമസിച്ച അവിടെ ഗോയിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം റിപ്പീറ്റ് കഴിഞ്ഞ ശേഷമാണ് പ്രാവശ്യം JNMC ബെൽഗാമിൽ MBBS കിട്ടിയത്. അവിടെ പഠിപ്പിച്ച +1 +2 പഠിപ്പിച്ച പ്രിൻസിപ്പാളിനും അവിടുത്തെ എല്ലാ അധ്യാപകർക്കും അവരെ പഠിപ്പിച്ചതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതിലുപരി നമ്മുടെ ഈ എളന്തുരുത്തിയിലെ എല്ലാ അധ്യാപകന്മാർക്കും അതിനുള്ള നന്ദിയും കടപ്പാടും അതിലെല്ലാത്തിനും ഉപരി നമ്മുടെ PC തോമസ് സാറാണ് നമ്മളെ വഴി കാണിച്ചു തന്നത്. ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ചെറുപ്പം മുതലുള്ള ശീലം നല്ല സ്ട്രിക്റ്റായിട്ടുള്ള അധ്യാപകരെയാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെയാണ് വടക്കഞ്ചേരി കൈലാസനാഥൻ മാഷ കണക്കെടുക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ കണക്ക് വളരെ തറവായിരിക്കും. അങ്ങനെ അവൾ തന്നെ കണ്ടെത്തിയ ഒരു മാറ്റമാണ് PC തോമസ് സാർ എന്ന് പറയുന്ന ഒരു മഹത്വ്യക്തി ഈ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എവിടെയുണ്ട് എന്ന് അവൾ മനസ്സിലാക്കുകയും എന്നെ അവിടെ കൊണ്ടുപോയി ചേർത്തുകൊണ്ട് സ്വയം പറയുകയും ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ പഠിച്ച എല്ലാ കുട്ടികൾക്കും ഒരു അഭ്യർത്ഥന പറയാനുള്ളത്, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അതിൻ്റെ അച്ചടക്കവും അതിൻ്റെ ഒരു സ്നേഹവും ഈ എവിടെ നിന്ന് ഏത് സ്ഥാപനത്തിൽ പഠിച്ചാലും എവിടെ നിന്നാണ് പഠിച്ചതെന്ന് പ്രത്യേകം അവരോട് ചോദിക്കും. അതിൻ്റെ പ്രത്യേകത PC തോമസ് സാറാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റാഫുകൾക്കും ഈ രൂപനാദാസിൻ്റെ അച്ഛൻ എന്ന രീതിയിലുള്ള നന്ദി കടപ്പാട് നൽകിക്കുന്നു. നന്ദി, നമസ്കാരം. Hello everyone, I'm Jayalakshmi. I'm from Tamil Nadu, Vellore. I was a repeater in Chaitanya 2017 to 18 batch. Now I'm studying in Stanley Medical College. I'm very proud to be a student of Chaitanya as well as Stanley. My experience in Chaitanya was very memorable. It has given me lots of memories, very cherishable ones. I thank my teachers, Johnson sir, PC Thomas sir, for always being there for me. They have motivated me and helped me in becoming what I am today. The exams, all the exams, practices, doubt sessions, it has helped me greatly. I would like to thank my teachers, Joseph sir, Vimal sir, Anup sir, and everyone who has been a part of this, who have been a part of this journey. It was a very memorable journey and I thank everyone who were a part of this. Hi everyone, I am Jeffrey Matthew Bobby. I have secured All India 685 in NEET UG. Currently I am studying in Calicut Medical College. I have joined Professor PC Thomas classes as 2016 regular batch. The last 2 years have been a really memorable experience for me. The faculties were really friendly and were really helpful. We had exams every weekend and we had results put up every Monday. The competitive environment provided in the campus was really helpful in sharpening my skills. The sole reason I am standing here before you is because of the institution's commitment to me. We had professors who would stay late at night to clear my doubts. They were really helpful and they were really committed. I am really helpful to all the faculties in the institution and they are a huge part of my success. തുടർന്ന് പ്രൊഫസർ ഡോക്ടർ ബാബു പഴയാറ്റിൽ കൃതജ്ഞത രേഖപ്പെടുത്തിയതോടെ ചടങ്ങ് സമാപിച്ചു. താങ്ക്സ് ഗിവിംഗ് ആലോചിക്കുമ്പോൾ നമ്മൾ ആർക്കാണ് ആദ്യം നന്ദി പറയുക? ഒരു സംശയവുമില്ല, നമുക്ക് കഴിഞ്ഞ വർഷം നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവകൃപ കൊണ്ട് മാത്രമാണ്. ഗുരുക്കന്മാരുടെ പാദം തൊട്ട് നമസ്കരിച്ചും കരം ഗ്രഹിച്ചും വിജയികൾ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. മക്കളുടെ വിജയശില്പികളായ അധ്യാപകരുടെ മുൻപിൽ തൊഴുകൈയോടെ വാക്കുകൾ മറന്നുനിന്ന മാതാപിതാക്കൾ, ഓർക്കാപ്പുറത്തു കൈവന്ന സൗഹൃദ സംഗമത്തെ ഓർമ്മയിലേക്ക് ശേഖരിക്കുന്നവരുടെ തിരക്ക് ചുറ്റിലും കാണാം. വിജയങ്ങൾക്ക് സർവേശ്വരനോട് നന്ദി പറഞ്ഞ് അവർ പിരിയുമ്പോൾ വാക്കിലും നോക്കിലും കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ആവേശം നിറച്ച് പ്രസന്റ് ബാച്ച് വിദ്യാർത്ഥികൾ തയ്യാറായി കഴിഞ്ഞിരുന്നു. അങ്ങനെ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസിലെ വിജയികളുടെ മറ്റൊരു തലമുറ കൂടി ജീവിതത്തിൻ്റെ പുതിയ വഴികളിലേക്ക് യാത്രയായി.